മട്ടന്നൂരിൽ ശനിയാഴ്ച ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനം നടക്കും. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഓട്ടോ ടാക്സി ചുമട്ടുതൊഴിലാളികൾ, വ്യാപാരികൾ, സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ശുചീകരണ പ്രവർത്തനം നടത്തണമെന്നുണ്ട്. കാരണം ഈ മഴ തുടക്കത്തിൽ പെയ്താലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കൃത്യമായ ധാരണ ഈ ശുചീകരണ പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്നവർ കൂടി ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് മെയ് മാസം 9 നമ്മൾ വിപുലമായ ക്ലീനിങ് ഡ്രൈവ് നഗരത്തിൽ നടത്താൻ ആരംഭിച്ചത്. നമ്മുടെ നഗരസഭയിലെ ശുചീകരണ യജ്ഞം മെയ് 9 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ നടത്താനാണ് ആലോചിച്ചിട്ടുള്ളത്. 9-ാം തീയതി മട്ടന്നൂർ നഗരത്തിൽ 7 ക്ലസ്റ്ററുകളിലായിട്ടാണ് ശുചീകരണ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. പൊതുവിൽ നമ്മൾ മട്ടന്നൂരിൽ പഴയതുപോലെ മാലിന്യ കൂമ്പാരങ്ങളൊന്നും നിറഞ്ഞു കിടക്കുന്ന സാഹചര്യമില്ല. പരമാവധി നമ്മുടെ തൊഴിലാളികളും അതുപോലെ ഹരിതകർമ്മസേനയൊക്കെ ചേർന്നുകൊണ്ട് മാലിന്യം ഒരു പ്രശ്നമായി മാറാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഖരമാലിന്യത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നഗരം അങ്ങനെ വൃത്തിഹീനമായിട്ടില്ല. എങ്കിലും നമ്മളൊരു വലിയ സന്ദേശം കൊടുക്കണം ജനങ്ങൾക്ക്. ഇത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് 1000-ഓളം പേർ പങ്കെടുക്കുന്ന ഒരു മെഗാ ശുചീകരണ യജ്ഞം മെയ് 9 സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. 10 മുതൽ 17 വരെ വിവിധ വാർഡുകളിൽ ശുചീകരണം നടത്തും. 16-ന് നഗരസഭാ പരിധിയിലെ മുഴുവൻ സ്ഥാപനങ്ങളും ശുചീകരിക്കും. 17-ന് ശുചിത്വത്തിനായി 1 മണിക്കൂർ എന്ന പേരിൽ നഗരസഭയിലെ മുഴുവൻ വീടുകളും പരിസരവും ശുചീകരിക്കണം. ശനിയാഴ്ചകളിൽ സ്ഥാപനങ്ങളും ഞായറാഴ്ചകളിൽ വീടുകളും ഡ്രൈ ഡേ ആചരിച്ച് കൊതുകിന്റെ ഉറവിട നശീകരണം നടത്തണം. എല്ലാ പൊതു സ്വകാര്യ പരിപാടികളിലും ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കുകയും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുകയും വേണം. ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ശുചിത്വവും മാനദണ്ഡങ്ങളും പാലിക്കണമെന്നും നഗരസഭാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. നഗരസഭാ സെക്രട്ടറി പി.എൻ. അനീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ വി.കെ. സുഗതൻ, കെ. മജീദ്, കൗൺസിലർമാരായ പി. രാഘവൻ, പി. അബ്ദുൽ ജലീൽ, എ. മധുസൂദനൻ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ യു.കെ. സനിൽകുമാർ, കെ. എം. പ്രസാദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.